ഹലോ ഗൈസ് ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഒരു അമ്പലം തീർത്ഥാടനത്തിന് പോവുകയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് അമ്പലത്തിൽ പോയി നോക്കട്ടെ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ ഞാൻ ഇന്നലെ ഇങ്ങനെ ഉറങ്ങാൻ കിടന്നപ്പോൾ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ഇവിടെ മറ്റേ കണ്ടന്റ് ആള് രാവിലെ ആയപ്പോഴേക്ക് കണ്ടന്റൊക്കെ മറന്നത്. എന്താ ചെയ്യുക? രാത്രി അല്ലെങ്കിൽ എപ്പോഴും ഉണ്ടാവും. രാത്രി നല്ല കണ്ടന്റ് ഉണ്ടാവും. രാവിലെ കണ്ടന്റ് ക്ഷാമാണ്. ഇങ്ങനെ പറയാനുള്ള സാധനങ്ങൾ ഇങ്ങനെ കുറേ മൈൻഡിൽ ഇങ്ങനെ കയറി വരും. രാവിലെ ബ്ലോക്ക് പോയിട്ടുണ്ടാവും. ഇതാണ് രാത്രി എടുക്കാൻ ഫുള്ള് രാത്രി എടുത്ത്. എൻ്റെ വീഡിയോസൊക്കെ അധികം രാത്രി വീഡിയോസാണ്. അത് മാറ്റിയിട്ട് ഇനി കുറച്ച് രാവിലെ വീഡിയോസ് ആക്കണ്ടേ. വെളിച്ചത്തിലുള്ള വേറെ രസമല്ലേ. എൻ്റെ കുട്ടി വരാറുണ്ട്. അപ്പോൾ ഓനേ ഡ്രസ്സൊക്കെ ഒന്ന് മുണ്ടൊക്കെ പൊട്ടിക്കാത്ത പേക്കൊക്കെ എടുത്ത് പൊട്ടിക്കണം. വേറെ സാധനം കാണിച്ചു തരാം. മുണ്ട എങ്ങനെ ചുളിവ് നോർത്താന്നുള്ളത്. ക്ലിയർ ഇല്ലെങ്കിൽ പറയാൻ കേട്ടോ. നിങ്ങളെ കമന്റ് അവിടെ കാണാൻ വെച്ചൊന്നുമല്ല, കമന്റിലിടാം. ക്യാമറ മര്യാദ നിൽക്കുക കാണിച്ചാൽ ഇതിങ്ങനെയാണ് മടക്ക് കളയുക. ഇങ്ങനെ പിടിക്കുക ഇതിങ്ങനെ പിടിക്കുക, എന്നിട്ട് ഇതിങ്ങനെ വലിക്കുക, ഇങ്ങനെ. അപ്പൊ ഈ ചുള്ളിവ കണ്ടല്ലോ, അതൊക്കെ കണ്ട് പോയി കിട്ടും. എന്നിട്ട് തിരിച്ചു വലിക്കുക, നല്ല വലിക്കുക, കീറിന വരെ വലിക്കുക. അത് കീറട്ട സാധനം. എന്നിട്ട് പിന്നെ ഞാൻ പറഞ്ഞു അറിയാതെ പറയാം. ോ ഇപ്പൊ ചുളിവൊക്കെ പോയി, പുതിയതായി. ചുളിവ് കൂടിയോ? ഇല്ല, സീനാണ്. അപ്പൊ മനസ്സിലായില്ലേ? അങ്ങനെയാണ് ചുളിവ് നിർത്തുക. കുറെ കാലത്തിന് ശേഷം കണ്ണപ്പൻ മസാല ദോശ കഴിക്കാൻ വേണ്ടി അമ്പലത്തേക്ക് പോവുകയാണ്. കണ്ണാടി ഇവന്റെ ഏടെ നാടന്ന ഇതൊക്കെ നമുക്ക് കേക്ക് വൃത്തിയായിക്കൂടെ? എന്തൊക്കെ അതിന്റെ കോലം. ഈ ചങ്ങായിനെ രാവിലെ വിളിച്ചെത്തിയിട്ട് ഇപ്പോ ഇവിടെ വന്നിട്ട് ഇപ്പൊ 1 മണിക്കൂർ ആവാറായി, 3/4 മണിക്കൂറായി. ഇപ്പോഴും ഇവന്റെ മാറ്റൽ കഴിഞ്ഞിട്ടില്ല. ഇന്നലെ പറഞ്ഞ് ഇന്നോട്ട് വിളിച്ചെത്തിയിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഇന്നവിടെ പോസ്റ്റാക്കി നിർത്തുക. അത് അങ്ങനെ തരപ്പോ. ഇവനാണെങ്കിൽ മുണ്ടെടുത്തിട്ട് റെഡി ആവണില്ല. കസവുകൊണ്ടൊക്കെ എടുത്തിട്ട് എന്നാ അവന്റെ കല്യാണം എന്നൊക്കെ അവൻ പറയുന്നത്. എന്നാ അവിടെ എന്തെങ്കിലും കണ്ട അതിനെ കെട്ടുന്നാണ്. തിരക്കല്ലെന്നാ എടുക്ക, വണ്ടി എടുക്കേ. കുടി കയറിക്കോ, പമ്പിക്കല്ലേ. തലേല് മുടിയൊക്കെ കുളിക്കാത്ത മാതിരിയാണ്. ഞാൻ കുളിച്ച പോലെ. ഞാനേ എണ്ണ തേച്ചാൽ മുടി മര്യാദക്ക് നിൽക്കൂലല്ലോ. പ്രശ്നമായി. കുറച്ച് നെയ്സിൽ എണ്ണ പൊരട്ടി അതിയായിരുന്നു. അപ്പൊ തലപ്പായി. മറ്റേ കുളിക്കാത്ത മാതിരി തല മുടി റെഡിയാവുന്നു. നമുക്കൊന്ന് കാറ്റടിച്ച് ചിലപ്പോ ഒരു മെനക്ക് നമ്മളെ ഭാഗ്യം പോലെ. ഇതിങ്ങോട്ട് താന്നല്ലോ. ഇവിടെ വന്നപ്പോൾ എന്താ അവസ്ഥ? ഒരു കല്യാണം ഉണ്ട്. കല്യാണ കപ്പിളെടുക്കുക. കണ്ണത്തോടെ ഏതോ കുട്ടികളെ കണ്ടോട്ടെ. നല്ല നോട്ടാണ്. ഇവനാണ് ഈ കണ്ട പെണ്ണ് ചിരിച്ചു കൊടുക്കുക ചെയ്യും. അതാ പിന്നെയും ചിരിച്ചു ഒഴിവാക്കി വിടാന്നതാ. കണക്കുള്ളതാണെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരുന്നല്ലേ. വരട്ടോ. ബാക്കിൽ നിറച്ച കുട്ടികളുണ്ടോ? നമ്മളങ്ങനെ ക്യാമറ കൊടുക്കാൻ പാടില്ല. അതാണ് ഇവിടെ നിന്ന് ഇങ്ങനെ ഉടായ്പ ഇങ്ങനെ എടുക്കുന്നത്. കണ്ണപ്പ സീരിയലേ എവിടൊക്കെ കുട്ടികളുണ്ടാവും. കണ്ണപ്പന് കറക്റ്റ് അറിയാം. ഇതൊക്കെ ഒരു പ്രത്യേക കഴിവാണ്. ഇതങ്ങനെ എല്ലാവർക്കും കിട്ടാത്തൊരു കഴിവാണ്. കണ്ണപ്പ നിനക്ക് എങ്ങനെ കിട്ടി? കിട്ടിയാൽ മതി. കഴിവ് പറഞ്ഞാലേ കണ്ണപ്പന്റെ കഴിവാണ്. ഇങ്ങനെ കറക്റ്റ് ഓരോരുത്തരുടെ സ്പോട്ട് ഇങ്ങനെ കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ അതൊരു കഴിവ് തന്നെയാണ്. വേറൊന്നും പറയാൻ ഐറ്റന്റ് കുറെ ഇറങ്ങുന്നുണ്ട്. അതാണ് നിൽക്കുന്നത്. അതല്ല പ്രശ്നം. അമ്പലവും അമ്പലത്തെ കുട്ടികളും
ദൈവങ്ങളും അതും കണ്ട് ഒരു കല്യാണം ഉണ്ടായിരുന്നു അവിടെ. കല്യാണവും കണ്ട്, കല്യാണ ചക്കരയും മുടിഞ്ഞ് കണ്ട്, ഇവർക്കൊക്കെ ഓരോ സൈക്കൻഡും കൊടുത്ത്, മുപ്പത്തിയാർക്ക് ഇവനും കൊടുത്ത് ഒക്കെ കഴിഞ്ഞപ്പോ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ടാവും. ചെറുതായി ഫുഡ് കഴിക്കാൻ പോയോണ്ട് ഭാര്യ റെസ്റ്റോറൻറ്റിൽ കൂടി ഉണ്ടാവില്ല. ഞായറാഴ്ച ആയിട്ട് തോന്നുന്നു റെസ്റ്റോറൻറ്റിൽ കൂടി ഉണ്ടാവില്ല. എങ്ങനെ അരമണിക്കൂർ പുറത്ത് നിന്നു സീറ്റിലാണ്ട്. പിന്നെ കയറി നിന്നിട്ട് അവിടെ ഒരു അരമണിക്കൂർ വന്നു. ഞാൻ റെസ്റ്റോറൻ്റ് ആണെങ്കിൽ ചടപ്പിക്കാതിരിക്കാൻ വേണ്ടി ആദ്യം ഒരു ഗ്ലാസ് വെള്ളം വരും, പിന്നെ 2 പ്ലേറ്റ് വരും. ഇവിടെ അതൊന്നും ചെയ്യുന്നോടത്ത് അങ്ങനെ ഇരിക്കുക. ഞായറാഴ്ച അതുകൊണ്ടാണ് വരുന്നത്. പിന്നെ ഇപ്പോൾ കുട്ടികളെ കമ്പനിക്ക് വരാൻ കാരണം എന്താണ്? അല്ല എക്സാമാണ്. എന്താണ് എക്സാമാണ്? എക്സാം ആയതുകൊണ്ട് നാം ബാധി ദൈവം ബാധി എന്നല്ലേ. അപ്പം അങ്ങനെ പകുതി ദൈവത്തിന് വിട്ടുകൊടുക്കാൻ വേണ്ടി വന്നാൽ പറയുന്നത്. അങ്ങനെ പറയുന്നത് പിന്നെ ഇങ്ങനെ പറയുന്നുണ്ട്. വെള്ളയും കാർബോട്ട് വരും പ്രേമത്തിന്റെ മാതിരി പ്രേമിക്കാനായിട്ട്. നിങ്ങൾ പെണ്ണ് കിട്ടുമോ ആവശ്യമില്ലേ? എന്നിട്ടിങ്ങനെ പോലീസ് കണ്ടു എത്തിച്ച് ഉള്ള റോട്ടിൽ കൂടി ഇങ്ങനെ കറങ്ങി 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 ലാസ്റ്റ് ഇനി വേറെ കണ്ട് പോകണമെന്ന് അറിയുന്നല്ല. ഇല്ലല്ല, അത് ഇവിടെ പറയാൻ പാടില്ല. അത് രഹസ്യമാണ്, സർപ്രൈസാണ്. അത് പിന്നെ കാണിച്ചാണ്. കേരളം എന്ത് മാറ്റാണ് മാറിയിട്ടുള്ളത്. ലൈനൊക്കെയാണ്. അതും ഈ പോക്കറ്റ് റോഡ് കൂടി ഉള്ള റോഡിലൊക്കെയാണ് ലൈന്. ചെറിയൊരു പോക്കറ്റ് റോഡാണ്, അതിലാണ് നമ്മുടെ ഹൈവേ അടക്കം വെറുതെ അടക്കാണ്. ലൈനും ഇല്ല, ഒന്നുമില്ല. അത് മാറ്റി പോയി ഇതിലാണല്ലേ 2 സൈഡ് കോൺക്രീറ്റ് ലൈന്. ഓ നല്ല കിടില റോഡ്, സീബ്ര ലൈന്. ഇതുകൂടെ ആണെങ്കിൽ ഒരു വണ്ടി പോവാത്ത സ്ഥലമാണ്. അവിടെയൊക്കെയാണ് ലൈനൊക്കെ സീബ്ര ലൈന്. ഇതൊക്കെ നമ്മളെ നാട്ടിൽ കിട്ടും. അതൊക്കെ നേരെ ആയിക്കൂടെ. ആ പാലാടിന്റെ അവിടെ കുട്ടല്ലെങ്കിൽ പിന്നെ അതൊക്കെ നേരെ ആയിക്കൂടെ. നേരെ ചെന്ന് നല്ല ഇതിലിങ്ങനെ പോകേണ്ട ഇച്ചെന്നിട്ട് ചാടുള്ള 2 ഈ റോഡ് ഉണ്ടല്ലേ കിട്ടില്ല സാധനം. സ്പ്രേ അടിച്ചിട്ടുണ്ടേ. കല്യാണ ചെക്കനാണ്, കല്യാണം കഴിക്കാൻ പോവാണ് അമ്പലത്തേക്ക്. സാമാനൊക്കെ ഉണ്ട് സ്വന്തമായിട്ട്. വർക്ക് ചെയ്യോ? അത് വർക്കിംഗ് ആണോ? പുതിയ വ്ളോഗ് കണ്ണപ്പന്റെ കല്യാണം. ഇട്ട നേക്കാവൂലേ കണ്ണപ്പന്റെ കല്യാണം എന്ന് പറഞ്ഞിട്ട്. I'm not.